ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജവാദിയൻസ് വ്ലോഗ്. സോ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് വിറകടുപ്പിൽ വെച്ച് ഉമ്മ എന്നെ ചെറുപ്പത്തിൽ ഉമ്മ പഠിപ്പിച്ചു തന്ന, അന്ന് പഴയ കാലത്ത് പഠിപ്പിച്ചു തന്ന വിറകടുപ്പിലും അതുപോലെ കല്ലിൽ ചതച്ചുള്ള മീൻ പീരിയാണ്, നാടൻ രീതിയിലുള്ള മീൻ പീരിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുക. അതിന് നമ്മളൊരു 1/2 കിലോത്തോളം ചാള എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ പീര വെക്കാൻ വേണ്ടി മോള് ചട്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ ആ ചട്ടിയുടെ പിടി പൊട്ടിപ്പോയി. ഇനി ചട്ടി മേടിക്കാനൊന്നും സമയമില്ലല്ലോ, അതുകൊണ്ട് ഈ പൊട്ടച്ചട്ടിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നമ്മുടെ തോട്ടത്തിൽ തന്നെയുള്ള ഫ്രഷ് സാധനങ്ങളാണ്. പച്ചമുളക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് മൊത്തം ചുമന്ന മുളകാണ്. എല്ലാം പഴുത്തു പോയി. പച്ചമുളക്, പച്ചക്കളറുള്ള മുളക് താണ്ട് കിടക്കുന്നു. ഇല്ല, മുകളിലത്തെ കൊമ്പത്തോ, ആ സൈഡിലത്തെ കൊമ്പത്തോ. 2 സവാള, പിന്നെ അതിലേക്ക് ഇടാനുള്ള 2 കുടംപുളി കഷ്ണം, പിന്നെ നമ്മുടെ തന്നെ എൻഡോസൾഫാൻ ഇല്ലാത്ത വേപ്പില, നമ്മുടെ തൊടിയിലുണ്ടായ പച്ചമുളക്, പിന്നെ ഒരു 1.5 കപ്പ് തേങ്ങ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇനി അതിലേക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഉള്ളിയും ഇതൊക്കെ നമ്മുടെ ഈ കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉള്ളി സവാളയും എല്ലാം കൂടിയിട്ട് നമ്മൾ ചതച്ചെടുക്കാൻ പോവാം. പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി നമ്മൾ കല്ലിൽ വെച്ച് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർത്തതും കൂടി നമുക്ക് ഈ അരകല്ലിൽ വെച്ച് ഒതുക്കിയെടുക്കണം. ആരുടെ വീട്ടിൽ അരകല്ലും അമ്മിക്കല്ലും ആട്ടുകല്ലൊന്നും ഇല്ല, എല്ലാവരും മിക്സിയിലേക്കൊക്കെ മാറി. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഒരു മിക്സിക്കും കിട്ടൂല. ഈ കല്ലിലടിച്ച് നമ്മൾ അധ്വാനിച്ച് നിന്ന് പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതായിരുന്നു. അതുപോലെയാണ് നമ്മളിപ്പോൾ മീൻ പീര ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് പച്ചമുളക്, വേപ്പില, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇഞ്ചി എല്ലാമായിട്ട് നമ്മുടെ നാടൻ രീതിയിൽ പഴയകാല നൊസ്റ്റാൾജിയാണ്. ഉമ്മാക്കുള്ള കാലം ഞങ്ങൾക്ക് ഓർമ്മ വരികയാണ്, നൊസ്റ്റാൾജിയ വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കോഞ്ഞാട്ടയൊക്കെ പറിച്ചുകൊണ്ട് വരിക. വെള്ളം ചാള വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഇനി കുടംപുളി ഇട്ടിട്ടുണ്ട്. കുടംപുളി ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്. ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ തേങ്ങ ഒതുക്കിയതിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടച്ചു വെക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകമാണ് നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ മകൻ കാനഡയിൽ വീഡിയോ കോൾ ചെയ്താണ്. അവനെയും കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ഔട്ട്ഡോർ കേറ്ററിംഗ് ആണ്. മീൻ പീര വെച്ചോണ്ടിരിക്കുകയാണ്. മീൻ പീര ഈ ചൂട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മീൻ്റെ ചാള വറ്റിയിട്ടുണ്ട്. ഇനി അത് ഇത് കളഞ്ഞ് മുള്ള് കളഞ്ഞെടുക്കണം. അതിന് ചൂടാകുമ്പോൾ സമയത്ത് നമുക്ക് ഇതൊക്കെ വഴറ്റാൻ വേണ്ടി വേണ്ട. ഇതിപ്പോൾ ചൂടാറിക്കഴിഞ്ഞ് മീൻ പൊടിച്ചെടുക്കണം. മീൻ പീര ശരിയാക്കാൻ വേണ്ടി ഉള്ളി ഇതൊക്കെ വഴറ്റാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചേക്കാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കല്ലിൽ ഒതുക്കി വെച്ച
ഉള്ളി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുള്ള് കളയുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുള്ളൊക്കെ കളഞ്ഞ് ചാള ഇതാക്കിയിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി പീര എല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ വഴറ്റിയെടുക്കാൻ പോകണം. പീര ഇങ്ങനെ നല്ല ഇതാക്കി മുള്ളൊക്കെ കളഞ്ഞ് നല്ല ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ ഇതിൽ നമ്മൾ അമ്മിക്കല്ലിൽ നേരത്തെ അരച്ചു വെച്ച തേങ്ങയും ഇതും പച്ചമുളകും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ കല്ലിൽ അരച്ചു വെച്ച ആ തേങ്ങയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി അരകല്ലിൽ ഒതുക്കിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയെല്ലാം നമ്മൾ അരകല്ലിൽ വെച്ച് ഒതുക്കി പഴയ കാലത്തിൻ്റെ ഓർമ്മക്കുമ്മ പഠിപ്പിച്ച എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞു വെച്ച മീൻ പീര തേങ്ങയുടെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് ഇതിൽ കിടന്ന് അതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഈ കിടന്നൊന്നും കൂടി ആകണം. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം യോജിച്ച് വരാൻ വേണ്ടി ആ പച്ചപ്പ് മാറാൻ വേണ്ടി നമുക്ക് 2 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് റെഡിയാക്കി വെച്ചേക്കണ പുഴുങ്ങി വെച്ചേക്കണ മീനും കൂടി ഇട്ട് കൊടുക്കാം. അതിപ്പോൾ നമ്മുടെ തേങ്ങ ഉള്ളി എല്ലാം കൂടി നല്ലോണം ഒന്ന് സെറ്റായിട്ട് യോജിച്ച് നല്ല ആ പച്ചപ്പ് മണമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ മുള്ള് കളഞ്ഞു വെച്ച് ഇതാക്കിയ ആ മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്നും കൂടി നല്ലോണം ഒന്ന് യോജിപ്പിക്കണം. രണ്ട് കറിവേപ്പില ഇങ്ങനെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടി അടച്ചു വെച്ചാൽ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീര റെഡിയായിരിക്കുകയാണ്. 4-5 കൊല്ലം മുമ്പ് ഇതാക്കിയ ഇതാണ് സപ്പോർട്ടയാണ്. അപ്പം അതൊക്കെ ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇത് അത്തച്ചക്ക ഇഷ്ടംപോലെ ഉണ്ടായി കിടപ്പുണ്ട്. ഇത് ഉറുമാമ്പഴം എന്ന് പറയും. പക്ഷേ ഒരിടത്തും കാണാൻ പച്ച ടൈപ്പല്ല, നല്ല റെഡാണ്. കസ്റ്റാർഡ് ആപ്പിൾ റെഡാണ്. വളരെ അപൂർവമായിട്ടാണ് ഇത് നമുക്ക് മാർക്കറ്റിലേക്ക് കിട്ടുള്ളൂ. വൈറ്റമിൻ്റെ ഒരു കലവറ തന്നെയാണ്. അപ്പം അടുത്ത പ്രാവശ്യം ഇതുകൊണ്ടുള്ള ഒരു കസ്റ്റാർഡ് ഞങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചൂട് പറക്കണ മീൻ പീര റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.